സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് പറയുകയാണെന്ന് തോന്നരുത് കേട്ടോ. എങ്കിലും എനിക്കിത് പറയാതെ വയ്യ. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ ശരിക്കും പേടിയാവുക ചെയ്യുന്നത്. എനിക്ക് ജീവിക്കാൻ പേടിയാവുന്നതിനേക്കാൾ ഉപരി ഞാൻ എങ്ങനെ എൻ്റെ മക്കളെ വളർത്തും എന്നതാലോചിച്ചാണ് ഏറ്റവും അധികം പേടിക്കുന്നത്. ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വേവലാതിയാണുള്ളത്. നിങ്ങൾക്കും അതുപോലെ തന്നെയാണെന്ന് എനിക്കറിയാം. കാരണം ഇന്നിപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറും അല്ലെങ്കിൽ ടി വിയും ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കുറേ കുട്ടികൾ ഓരോ എന്താ പറയുക, ലഹരിയും അല്ലെങ്കിൽ കൊലപാതകങ്ങളും അങ്ങനെയുള്ള പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെന്ന് മാത്രം ഞാൻ എടുത്തു പറയുന്നത് ഇന്നത്തെ തലമുറയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേട്ടോ. അവർ മാത്രമല്ല, കുറേ പേര് ഇങ്ങനെയുള്ള വാർത്തകൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ചുറ്റും ഇത്തരത്തിലുള്ള വാർത്തകളാണുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ നമ്മുടെ വളർന്നു വരുന്ന മക്കൾ എങ്ങനെയാണ് അതിജീവിക്കുക എന്നതിനെക്കുറിച്ച് ആലോചിച്ച് ശരിക്കും ആവലാതിപ്പെടുന്ന ഒരു അമ്മയാണ് ഞാൻ. പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഈ തലമുറയുടെ പ്രശ്നമാണോ അതോ ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ചാൽ ശരിക്കും അറിയില്ല. പക്ഷേ ഒന്ന് മാത്രം അറിയാം, നമ്മൾ തിരുത്തപ്പെടേണ്ടത് ആദ്യം അവനവനിൽ നിന്നും പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നുമാണ്. പിന്നെയല്ലേ സമൂഹത്തിൽ നിന്ന് വേണ്ടത്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നം നടക്കുന്നത് അവനവനിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും പ്രൈമറി ലെവലിൽ തിരുത്തപ്പെട്ടാൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ചേഞ്ചസ് ഉണ്ടാവും. അവനവനിൽ നിന്ന് തിരുത്തപ്പെടുക എന്ന് പറയുന്നത് ഒരു 50% നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന കാര്യമല്ല. കാരണം എന്ന് പറയുന്നത് തിരിച്ചറിയാത്ത കുറേ ഫാക്ടേഴ്സ് അവരുടെ ഉള്ളിലുണ്ടാവും. അതായത് ഇന്നത്തെ ജനറേഷൻസിന് എന്താണ് ക്രൈം അല്ലെങ്കിൽ എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ഒരു ലഹരി ആ ഗ്രൂപ്പിലെ എല്ലാവരും ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് മാത്രമായി അതിൽ നിന്നും എക്സിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് പലരും അതിലോട്ട് ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്കിതിന് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. കൗൺസിലിംഗ് ഇൻ ദ സെൻസ് നമ്മൾ കൂടുതലും അവരെ സപ്പോർട്ട് ചെയ്തിട്ടോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പറയുന്ന കേൾക്കാം, എൻ്റെ മോൻ ഒരു വയസ്സിൽ എന്തൊക്കെയാണ് മൊബൈലിൽ നിന്ന് പഠിച്ചത്, അമ്മേ ഫുൾ അറിയാം, ഇംഗ്ലീഷിലേ സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ ആ മൊബൈൽ യൂസ് ചെയ്യാൻ ഭയങ്കര നന്നായിട്ട് അറിയാം, ഫോട്ടോ എടുക്കാൻ അറിയാം, അത് ചെയ്യാനറിയാം, ഇത് ചെയ്യാനറിയാം, ഗെയിം കളിക്കാനറിയാം. പക്ഷെ നിങ്ങളൊന്ന് ഓർക്കൂ, ഇതിനെല്ലാത്തിനും ഒരു നെഗറ്റീവ് വശമുണ്ട്. നിങ്ങൾക്ക് പിടിതരാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലോട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തും ആഗ്രഹിക്കുന്നതിന് മുമ്പ് എത്തിച്ചു കൊടുക്കുന്ന ഒരു പാരൻ്റ് ആവുന്നതിനേക്കാൾ ഉപരി എന്താണോ അവർക്ക് ആവശ്യം അത് മാത്രം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവരാവശ്യപ്പെടട്ടെ അവരുടെ ആവശ്യങ്ങൾ. നമ്മൾ എന്തിനാണ് അനാവശ്യമായി അവർക്കൊരു ബേർഡൻ കൊടുക്കുന്നത്? എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വലിയ വിലയൊന്നും ഉണ്ടാവില്ല ഒന്നിനോടും. അപ്പോൾ നമുക്ക് അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാം, അവർക്ക് സപ്പോർട്ടായി നിൽക്കാം എന്നതിനേക്കാൾ ഉപരി വേറൊന്നും ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ആവശ്യമില്ല. പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ടോ അവരുടെ ലൈഫിൽ എന്ന് തിരിച്ചറിയുക, നിരന്തരമായിട്ട് മന്ത്ലി വൺസ് എങ്കിലും അവരുടെ അധ്യാപകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അവരെ ബ്ലെയിം ചെയ്യാതിരിക്കുക, നീ ഇന്നത് ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ ബ്ലെയിം ചെയ്യാതിരിക്കുക. അപ്പോൾ എല്ലാത്തിനും സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കാട്ടോ ജീവിതത്തിൽ. അവർക്ക് ഒന്നും നമ്മൾ കർശനമായിട്ട് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എല്ലാത്തിലും നമ്മളും കൂടെ ഇൻവോൾവ് ആണ്. നീ പൊയ്ക്കോ, പക്ഷെ അത് ഞാനും കൂടെ അറിഞ്ഞുകൊണ്ടാണ് എന്നൊരു കാര്യം അവരെ നമ്മൾ പറയാതെ പറയണം. എന്ത് കാര്യമാണെങ്കിലും അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അതെല്ലാം വീട്ടിൽ വന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ടായിരിക്കണം. ആ ഒരു സ്പേസ് ഇന്ന് കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടം അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള വശത്തിലോട്ട് പോകുന്നത്. അപ്പോൾ പാരൻസ് എന്ന നിലയ്ക്ക് നമുക്ക് ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട്. അതിനെക്കുറിച്ച് അവെയർ ആവുക. ഒരുപാട് നമ്മൾ നെഗറ്റീവ്സ് പറയുന്നതിനേക്കാൾ ഉപരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക. അതിനനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റുക. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക.